ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ കല്യാണ വിശേഷത്തിൻ്റെ ബാക്കിയായിട്ട് ഞാൻ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ അമ്മാവൻ്റെ വലിയ മോനാണ് കേട്ടോ. അങ്ങോട്ട് വിരുന്ന് പോകുകയാണെങ്കിലേ ഉണ്ടാകുമ്പോൾ പോകണം. ഭയങ്കര വർത്താനം, ഭയങ്കര എന്താ പറയുക, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെയാണ് അവൻ്റെ വർത്താനം. ഓൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യണത്, ഓൻ ഡോക്ടറാണ്. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ വരുള്ളൂ. അപ്പം അങ്ങനെ ഇപ്പം രാവിലെ 10-10:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 11 മണിയാകുമ്പോഴത്തേന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കണേ. രാത്രിയാണല്ലേ നമ്മളെ വീട്ടിലത്തെ കല്യാണം. അപ്പം നമ്മളത് ഓഡിറ്റോറിയത്തിൽ തന്നെയാണ്, അവരത് ഓഡിറ്റോറിയത്തിൽ തന്നെയാണ്. അപ്പം കീശ്ശേരി ടൗണിൽ തന്നെയാണ് ഓരോ ഓഡിറ്റോറിയം. അപ്പോൾ കുറച്ചൊരു 10-15 മിനിറ്റ് യാത്രയുള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ എത്തിട്ടോ. ഇത് അമ്മാവൻ്റെ ചെറിയ മോനാണ്, ഇത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളാണ്. അപ്പം എല്ലാവരും ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ ഉമ്മാൻ്റെ അനിയത്തി. ഇത് ഓളെ കുഞ്ഞമ്മാൻ്റെ പേരക്കുട്ടി. ഞങ്ങൾ കുഞ്ഞമ്മാനെ മാമ എന്നിട്ട് വിളിക്കുക. ഇതോളെ രണ്ടാമത്തെ മോന്. ഇത് അമ്മേൻ്റെ വലിയ മരോളോളും ഡോക്ടർ തന്നെയാണ്. പിന്നെ ഇത് ഇപ്പ, ഇത് നാത്തൂന്. പിന്നെ അനിയത്തിന് എല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ വൈറ്റ് ചുരിദാർ ഇട്ടത് അമ്മേൻ്റെ മോള്, ഒന്ന് ആങ്ങളുടെ മോള്. അങ്ങനെ എല്ലാവരും പാടെ ആയിട്ട് ഇപ്പോൾ ഓഡിറ്റോറിയത്തേക്ക് എത്തിയതാണ്. അനിയത്തിനും മക്കളും പിന്നെ ഒരുവിധം വീഡിയോസിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ഇപ്പയാണ് കേട്ടോ. ഇപ്പാനും ഏതോ ഒരു കമൻറ്റിൽ ഇപ്പാനൊന്ന് കാണിക്കോ ശരിക്കും എന്ന് പറഞ്ഞു. അത് ഇപ്പയാണ്. ഇത് നാത്തൂനാണ്. അവരൊക്കെ ഈ കല്യാണത്തിലൊരു മിന്നാട്ടം കാണുള്ളൂ, പിന്നെ കിട്ടൂല. അപ്പം ഞാൻ ഇപ്പം തന്നെ എടുത്തതാണ് എല്ലാവരും. ഇതൊക്കെ എന്താ പറയുക, നമുക്ക് പിന്നീട് കാണുമ്പോഴേക്കാരം അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള രസം ഉണ്ടാവുക. അത് എപ്പോഴും എന്നും നമ്മളെ ചാനലിൽ ഉണ്ടാവുമല്ലോ, കുറേ കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ. ഞങ്ങൾ പുറത്ത് നിൽക്കിനി. അപ്പോൾ അവർ വന്ന് ഞങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുപോയിക്കണേ. അപ്പോൾ അവരെ കല്യാണം തുടങ്ങുന്നതിന് മുന്നെയാണ് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞത്. പെണ്ണിൻ്റെ വീട്ടിൽക്കും ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. ഓലത് കീശ്ശേരി ടൗണിലുള്ള ഓഡിറ്റോറിയത്തിൽ തന്നെയാണ്. ഞങ്ങളത് തൃപ്പൻശി ഓഡിറ്റോറിയത്തിലാണ് കല്യാണം. അങ്ങനെ ചെന്ന് തന്നെ എല്ലാവരോടും ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാൻ പറഞ്ഞിരിക്കണം. എന്നിട്ട് കയറിപ്പോവാൻ മേലെ കയറണം. അങ്ങനെ ഞങ്ങളെല്ലാവരും താഴത്തേക്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം എൻ്റെ കൂടെ ആദ്യം അതൊക്കെ ഉണ്ട് കേട്ടോ. ഇവന് അമ്മേൻ്റെ ചെറിയ മോനും എൻ്റെ മോനൂസും ഒപ്പമുള്ള കേട്ടോ. രണ്ടാളും ഒരേ പ്രായക്കാരാണ്. ഞങ്ങൾ പോകുമ്പോൾ ഇവിടുന്ന് പെണ്ണിനെ കൊണ്ടുപോകും. വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അവിടുന്ന് ഓളെ ഒരുക്കിയിട്ട് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് അമ്മോൻ്റെ ഒരേ ഒരു മരുമോനാണ്, മോളും. അമ്മോന് 3 ആണും പിന്നെ ഒരു പെണ്ണുമാണ്. അങ്ങനെ 4 മക്കളാണ്. അങ്ങനെ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാനിരുന്നു. ആദ്യം അതും സാലഡ് കിട്ടിയ സന്തോഷത്തിലാണ്. അവരത് കഴിക്കുകയാണ്. അവർക്ക് പിന്നെ ചോറൊന്നും വേണ്ട. ഇതാണ് കേട്ടോ അമ്മായി ഇടക്കിടക്ക് എന്നെ ഇങ്ങനെ കളിയാക്കൂട്ടോ. എടീ, എനിക്ക് പുട്ട് വരെ ചുടാൻ അറിയാത്ത ആളെ ഇപ്പം എങ്ങനെയൊക്കെ ആയത് ചോദിച്ചോട്. അപ്പം ഞാനവിടെ ചെറുപ്പത്തിൽ കുറേ നിന്നിക്കണം. ഞാനവിടെ സ്കൂളിൽ പഠിച്ച് അങ്ങനെ അവിടെ 2ാം ക്ലാസ് വരെയൊക്കെ അവിടെ നിന്ന് പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ചേർത്തിയത്. എന്നിട്ട് അമ്മായി പറയും, പിന്നെ കല്യാണം കഴിഞ്ഞാലൊക്കെ വിരുന്നൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അമ്മായി പറയും, പുട്ട് ചുടുമ്പോൾ പുട്ടും പൊടി നനക്കാതെ പുട്ട് ചുട്ടി ആളാജ് പറഞ്ഞിട്ട് പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ കളിയാക്കും അമ്മായി. അങ്ങനെ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാവില്ലല്ലേ നമുക്കൊക്കെ എങ്ങനെ എന്താ പറയുക, ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചാൻ. ഏതായാലും ആദ്യം അതൊക്കെ ഓടി കാല് കളയാനയക്കണം. അക്കെ ഓരോ ഓട്ടാണെന്ന് ഓടിക്കണത് ഓഡിറ്റോറിയത്തിൽ കൂടെ. ഇതിൻ്റെയൊക്കെ ക്ഷീണം വൈകുന്നേരം ഇക്കാരവർക്ക്. പിന്നെന്താ പറയുക, നേരമായതുകൊണ്ട് ആൾക്കാർ വല്ലാതെ വന്നിട്ടില്ല. പോയ ആൾക്കാർ തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ എയിൽ ഓടിയാലും നമുക്ക് കാണാം. കുറേ പിന്നെ ചീത്ത അറിയുമ്പോൾ സൈലൻ്റ് ആയിട്ട് അവിടെ ഇരിക്കും. അങ്ങനെ സ്റ്റേജിമ്മക്ക് പെണ്ണെത്തിയിട്ടില്ല. ഓളയും വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഇത് അമ്മോൻ്റെ മോളെ കുട്ടിയാണ് കേട്ടോ. അപ്പം ഞങ്ങളും കല്യാണം കൂടി ഇങ്ങളും കല്യാണം കൂടി ഒരു ഫീലൊക്കെ ഉണ്ടാവണമല്ലോ. അപ്പം എന്നും നമ്മളെ കിച്ചണത്തെ കുക്കിങ്ങും ബേക്കിങ്ങും ഒക്കെ അല്ലേ നിങ്ങൾ കാണല്. അപ്പം ഇന്ന് നമ്മളെ കല്യാണ വീഡിയോസ് ഒന്നും ഇട്ടതാണ്. ഇതിൽ കുക്കിങ്ങും ബേക്കിങ്ങും ഒന്നുമില്ല. അപ്പം അങ്ങനെ പെണ്ണിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പാട്ട് നമ്മൾ അതിലിട്ടാൽ ഇപ്പോൾ കോപ്പി റൈറ്റ് വന്നാലോ വിചാരിച്ച് ഞാനതൊക്കെ കട്ട് ചെയ്തതാണ് കേട്ടോ. ഞങ്ങൾ ആ 10 മണി 10:30 വന്നിട്ട് പിന്നെ ഇവിടുന്ന് പോണത് 1 മണി 1:30 കഴിക്കണ്. പിന്നെ പെണ്ണിനെയും കൊണ്ട് പോകണമെങ്കിൽ ഓരോ ഫോട്ടോഷൂട്ടൊക്കെ കഴിയണമല്ലോ, എന്നിട്ടല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ. അപ്പം ഇങ്ങനത്തെ കല്യാണ വീഡിയോ അങ്ങനെ അല്ലാതെ ഉള്ള വീഡിയോസ് ഉണ്ടല്ലോ, കുക്കിംഗ് അല്ലാത്ത അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണം എന്നുണ്ട് താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ. അപ്പോൾ നമ്മൾ വെറും കുക്കിംഗ് മാത്രമാണല്ലോ ചാനലിൽ. അങ്ങനെ പെണ്ണിനെ സ്റ്റേജിമൊക്കെ കൊണ്ടുവരാണ്. ഓളെ ആങ്ങളാരാണ് കേട്ടോ 2 പിന്നെ ഇമ്മിയുണ്ട്. അതുകൊണ്ട് ഓരും തന്നെ 2 ആണും ഒരു പെണ്ണുമാണ്. ഇവിടെയൊക്കെ ആ പാട്ടും പാടും ഉണ്ടാകുമ്പോഴാണ് കാണാനൊരു ഭംഗി. അപ്പോൾ നമ്മളെ കോപ്പിറൈറ്റ് വന്നാലോ വിചാരിച്ചുകൊണ്ട് ഒക്കെ ഓഫാക്കിയിട്ടതാണ് കേട്ടോ. കുറേ കഴിഞ്ഞാൽ ഓൽക്ക് തന്നെ ഈ വീഡിയോസ് എടുത്ത് നോക്കിയാലേ ഓലെ കല്യാണം കാണാമല്ലോ. നമ്മൾ ഫോട്ടോ ആണെങ്കിൽ ആൽബമൊക്കെ ആണെങ്കിലും കുറേ കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. വീഡിയോ ആകുമ്പോൾ പിന്നെ അതെന്നും ഉണ്ടാവും. നമ്മൾ യൂട്യൂബിലാണെങ്കിൽ എന്നും ഉണ്ടാവും. അല്ലാത്ത വീഡിയോ എൻ്റെ കല്യാണത്തിനൊക്കെ വീഡിയോ കേസറ്റായി കണ്ട് അങ്ങനെ ഇനി അതൊക്കെ പിന്നെ പൂപ്പലൊക്കെ പിടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. ഇതാവുമ്പോൾ എന്നും കാണാം. അപ്പോൾ അതും കൂടെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ കല്യാണ വീഡിയോസ് എടുത്തതാണ് കേട്ടോ.
അമ്മോൻ്റെ മോനാണ്, വലിയ മോൻ്റെ മോന് കേട്ടോ. ഓനൊരു മോനുള്ളൂ, അവനാണ് ഇവന് അയിനു. അപ്പം അങ്ങനെ ചോദിക്കണേന് എന്തൊക്കെയോ പറയുന്നുണ്ട് അവന്. സ്റ്റേജിന്മേൽ ഓൻ്റെ അപ്പാപ്പനെ കാണല്ലേ, അപ്പം എനിക്ക് കാണിച്ചു തരികയാണ്. അപ്പം ഞാൻ സൈഡിൽ നിങ്ങാണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്, മുന്നിലേക്ക് പോയിട്ടില്ല. അപ്പം കുറേയൊക്കെ മോനും എടുത്തന്ന്, പിന്നെ ഞാൻ തന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ ഓരെങ്ങനെ എടുത്തെന്നാലും നമുക്ക് ശരിയാവില്ല. അപ്പം ഞാൻ തന്നെ സൈഡിൽ നിങ്ങാണ്ട് ഇങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം എത്തിക്കണം, പിന്നെ അവർ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ എത്തിയത്. അപ്പം അമ്മായി കൈ പിടിച്ച് കയറ്റുകയാണ് അകത്തേക്ക്. പിന്നെ വൈകുന്നേരം 3:30 ആയപ്പോഴത്തേന് എല്ലാവരും ഓഡിറ്റോറിയത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലൊക്കെ ആയി. അപ്പം എല്ലാവരും അടുത്ത ഡ്രസ്സൊക്കെ മാറ്റി നല്ല തയ്യാറെടുപ്പിലാണ്. അപ്പം അമ്മായി മാമയൊക്കെ ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഒരുങ്ങണമെങ്കിൽ കുട്ടികളെ ഒരുക്കം കഴിയണം. അപ്പം നമ്മൾ അടുത്ത ഓഡിറ്റോറിയത്തിൽ എത്തിട്ടോ. അതിനെയൊക്കെ അവിടെ അങ്ങനെ തടഞ്ഞിരുത്തിയേക്കാണ്. ഞാൻ ഓടുകയാണ്. ഇത് എൻ്റെ അമ്മാൻ്റെ അമ്മോനൊക്കെയാണ് കേട്ടത്. പിന്നെ എളാപ്പുണ്ട്, ഇപ്പുണ്ട് ബാക്കിൽ. അങ്ങനെ കുടുംബങ്ങളൊക്കെ എല്ലാവരും നമ്മൾ കല്യാണത്തിനാകുമ്പോഴാണ് നമ്മളെല്ലാവരും കാണുക. കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ട ആൾക്കാരൊക്കെ അന്ന് കാണാൻ പറ്റും. വലിയ മോനെ പാട്ട് ഇതൊക്കെ ചെയ്യും. അപ്പം അവൻ്റെ ആൾക്കാർ വന്നുകൊണ്ട് പാട്ട് പാടുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അമ്മോനാണ് പാട്ട് പാടുന്നത്, ഉമ്മാൻ്റെ എളാപ്പാൻ്റെ മോന്. അപ്പം ഈ പാട്ടൊക്കെ ഇതിൽ ചേർത്തിയാൽ കോപ്പിറൈറ്റ് വരുമോ എന്നൊരു പേടി എനിക്ക്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ ചേർത്താണ്. നല്ല പാട്ട് കഴിഞ്ഞിട്ട് അവിടെ അവനൊക്കെ ഉഷാറായി പാടിയിരിക്കണം, മാഷാ അല്ലാ. അങ്ങനെ നല്ലോണം പാട്ടാടുന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നേരിട്ട് കേൾക്കണതൊന്നും ആദ്യമായിട്ടാട്ടോ. അപ്പം അങ്ങനെ കുറേ ആൾക്കാരെ പാട്ടുണ്ടായിന് കേട്ടോ. എൻ്റെ അമ്മോൻ്റെ മകൻ കുഞ്ഞിപ്പാന്ന് അവനെ വിളിക്കുക. അവൻ്റെ ടീം കുറേ ആൾക്കാർ വന്നവിടെ പാടീനി. അപ്പം അതൊന്നും ഇവനായിട്ട് ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പം ഇവൻ പാടിയപ്പം എടുത്തതാണ്. അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ കൂടെ കല്യാണത്തിന് കൂടെ ഒരു ഫീല് വന്നില്ലേ.
കല്യാണത്തിന് വന്നവർക്കൊന്നും ഒരു ബോറടി ഇല്ലേനി കേട്ടോ. എന്തായാലും മാഷാ അല്ലാഹ് ഉഷാറായി കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ രാത്രി 8 മണി കഴിക്കണം. ഇനിയിപ്പോൾ ഞങ്ങളും തന്നെ കല്യാണം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ പോകും. കാരണം സ്കൂളും മദ്രസൊക്കെ പിറ്റേന്ന് തന്നെ ഉണ്ടല്ലോ. എന്നിട്ട് തന്നെ തിങ്കളാഴ്ച അന്നത്തെ സ്കൂളൊക്കെ പോയിക്കണ്. മദ്രസിലെ എക്സാം നടക്കുകയാണ്. അപ്പം മദ്രസത്തെ എക്സാമുള്ള കുട്ടികളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഒരാളെ പിന്നെ ഞാൻ കൊണ്ടുപോകുന്നു, മിഥുവിനെ. ഉസ്താദിനോട് ചോദിച്ചങ്ങാണ്ട് ഓനെ കൊണ്ടുപോകുന്നൊക്കെയാണ്. മറ്റോനത് പിന്നെ അങ്ങനെ പരീക്ഷ മാറ്റി വെക്കാൻ പറ്റൂല പറഞ്ഞപ്പോൾ ഓൻ അവിടെ നിർത്തി. ഓന് പിന്നെ കാക്കാൻ്റെ ഒപ്പം വന്നൊക്കെയാണ് രാത്രി. ഇതുവരെ എത്രയും ദിവസം കല്യാണം ഉണ്ട് നല്ല ഊറ്റി. ഇനിയിപ്പോൾ കല്യാണവും കഴിഞ്ഞു. ആറ്റ് നോറ്റ് എന്താ പറഞ്ഞാൽ കാത്തിരുന്ന കല്യാണവും കഴിഞ്ഞു. അമ്മോനെ പിന്നെ വല്ലാതെ വീഡിയോസിലോ ഫോട്ടോത്തിലോ ഒന്നും കിട്ടൂല കേട്ടോ. അമ്മോനെ അങ്ങനെ എന്താ പറയുക, ഫോട്ടോത്തിലും ഇതിലും നിൽക്കാൻ ഇഷ്ടമില്ലാത്തൊരാളാണ്. പിന്നെ ഫാമിലി ഫോട്ടോ എടുക്കാൻ നിന്നപ്പം ഒന്ന് കയറി വന്നു. 1-2 ഫോട്ടോത്തിലൊക്കെ നിന്നിട്ടുള്ളൂ. പിന്നെ നമ്മളെ കേക്ക് കട്ടിങ് ലാസ്റ്റാട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരുകയാണ്. പോരുമ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോരുകയാണ്. ഇപ്പോൾ ഇവനും തന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഓനും പോവും. ഇതാണ് ചെറിയ മോന്, അമ്മോൻ്റെ. ഇത് പുതിയാപ്പിള, അത് അമ്മോൻ്റെ മരോന്. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളും പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. അപ്പം നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.